എൻ്റെ പേര് മൈമൂൺ മാട്ടുമ്മൽ. ഞാൻ കാലിക്കറ്റ് സ്വദേശിയാണ്. ഇപ്പം വർക്ക് ചെയ്യുന്നത് അക്ബർ ഹോളിഡേയ്സിനാണ്. ഇതെൻ്റെ 25ാമത്തെ തായ്ലാൻഡ് ട്രിപ്പാണ്. ഞാൻ 2007 ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ കഞ്ചനപുരി വരുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ആക്ടിവിറ്റീസ് ഉണ്ടെന്നുള്ളതോ ഒന്നും എനിക്കറിയില്ല. ആക്ച്വലി നമ്മളെപ്പോഴും സെല് ചെയ്യുന്നത് എന്താണ്, 2 നൈറ്റ്സ് തായ്ലാൻഡ്, 2 നൈറ്റ്സ് പട്ടായ, അല്ലെങ്കിൽ ക്രാബി ഫുക്കറ്റ്, പിന്നെ അതിനോടനുബന്ധിച്ചുള്ള ചാങ്മൊഴി കോസാങ്മൊഴി ഒക്കെയാണ്. ഫസ്റ്റ് ടൈമാണ് കഞ്ചനപുരി വരുന്നത്. ഇത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തായ്ലാൻഡ് ടൂറിസത്തിൻ്റെ ഇൻവിറ്റേഷൻ പ്രകാരമാണ് വന്നിരിക്കുന്നത്. MKT ആണ് ട്രിപ്പ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് പെർമിഷൻ എൻ്റെ ഓഫീസും കിട്ടിയിരിക്കുന്നത് മിസ്റ്റർ ജയൻ ജോസഫ്, അക്ബർ ഹോളിഡേയ്സ്. അപ്പോൾ ഇത് വരാൻ പറ്റിയത് എനിക്ക് ലൈഫിൽ ഏറ്റവും നല്ലൊരു മൂമെൻ്റ് ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. നിങ്ങളെല്ലാം കാണേണ്ട ഒരു പ്രോപ്പർട്ടിയാണ്. ഇതൊരു 2 നൈറ്റ്സ് കഞ്ചനപുരി എടുക്കണം. അതേപോലെ തന്നെ 2 നൈറ്റ്സ് ബാങ്കോക്ക്, 1 നൈറ്റ് പട്ടായ എടുത്താലും, അല്ലെങ്കിൽ 1 നൈറ്റ് 2 നൈറ്റ്സ് പട്ടായ, അല്ലെങ്കിൽ 2 നൈറ്റ്സ് ബാങ്കോക്ക് എടുത്താലും കുഴപ്പമില്ല. ഒരു ടോട്ടൽ 5 നൈറ്റ് 6 ഡേയ്സ് അല്ലെങ്കിൽ 6 നൈറ്റ് 7 ഡേയ്സ് എടുത്താലും ഇത്രയും മനോഹരമാണ്. ഇങ്ങോട്ട് വരുന്നത് നമ്മൾ കഞ്ചനപുരി ബസ്സിൽ വന്നിട്ട് അവിടുന്ന് നമ്മൾ ബോട്ടിൽ, സ്പീഡ് ബോട്ടിലാണ് നമ്മൾ റിസോർട്ടിലേക്ക് വന്നത്. പിന്നെ റിസോർട്ടിൽ വന്ന് സ്റ്റേ ചെയ്ത് ഫ്രഷപ്പ് ചെയ്തിട്ട് നമ്മൾ മോൺ വില്ലേജ് കാണാൻ പോയി. മോൺ വില്ലേജിന് ശേഷം എലിഫന്റ് ഫീഡിങ് കണ്ടു വൈകിട്ട് 5:30 ശേഷം. അത് കഴിഞ്ഞിട്ട് ഇവിടെ സയോക്ക് വാട്ടർഫാൾസ് കാണാൻ പോയി. പിന്നെ നമ്മൾ വേറെ കുറച്ച് റിസോർട്ട്സ് പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഇതിൽ പോയി, ചങ്ങാടത്തിൽ ബാംബു റാഫ്റ്റിംഗ് ചെയ്തു. ബാംബു റാഫ്റ്റിംഗ് ചെയ്ത സമയത്ത് നീന്തൽ അറിയുന്ന ആൾക്കാരെല്ലാവരും, ഈവൻ ഞാനടക്കം നമ്മളെ പുഴയിലേക്ക് ചാടി. നമുക്ക് മറ്റേ ഇത് തന്നിട്ടുണ്ടായിരുന്നു, ലൈഫ് ജാക്കറ്റ്. അതുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കുക ഒന്നും ചെയ്തില്ല. നമ്മൾ ഒരു കുറച്ച് അധികം നീന്തി നമ്മൾ ഈ റിസോർട്ടിലേക്ക് തന്നെ വീണ്ടും എഗെയിൻ വന്നു. രാത്രിയിൽ ഞങ്ങൾക്ക് ഇവിടെ മ്യാൻമറിൻ്റെ ബോർഡറിലാണ് ഇത് വരുന്നത്. ഈ മ്യാൻമറിൻ്റെ ആളുകളുടെ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ടു. നൈറ്റിൽ ഒരു പീസ്ഫുൾ സ്റ്റേ ആയിരുന്നു. പ്രോപ്പർട്ടിയാണ് ഈ ബാക്കിൽ കാണുന്നത്. ഇത് ആക്ച്വലി ഒരു 700 ഏക്കർ അങ്ങനെ എന്തോ അത്രയും സ്ഥലങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് മൊത്തം കേട്ടോ. ഇവിടെ എല്ലാ ആക്ടിവിറ്റീസും ഹോസ്പിറ്റൽസ് എല്ലാം ബ്യൂട്ടിഫുൾ പ്ലേസാണ്. കാണാത്തവരോ യാത്ര ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇവിടെ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യണം ലൈഫിൽ. നമ്മൾ എത്രയും പൈസ വിദേശ രാജ്യത്ത് കളയുന്നത് പോലെ തന്നെയാണ് ഇവിടെയും വന്നിട്ടൊന്ന് കളയാം. അത്രയും നിങ്ങൾക്ക് ആ കളഞ്ഞതിൽ ഒരു നഷ്ടം വരില്ല എന്ന് 100% എനിക്ക് ഉറപ്പ് തരാൻ പറ്റും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.